എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ വർഷത്തെ അവസാന ഹോം മത്സരത്തിൽ മുംബൈ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ആജന്മ ശത്രുക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെയാണ്. ഇന്നാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള എവേ മത്സരം കൂടിയാണ്. മോഹൻ ബഗാനെതിരായ ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 12ാമത്തെ മത്സരവും അതേസമയം മോഹൻ ബഗാന്റേത് 10ാം മത്സരം കൂടിയാണ്. നിലവിൽ 23 പോയിന്റുമായി ISL പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഉള്ളത്. മോഹൻ ബഗാൻ 19 പോയിന്റുമായി 3ാം സ്ഥാനത്തുമുണ്ട്. ഇനി നമുക്ക് ഇന്ന് രാത്രി 8 മണിക്ക് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കടക്കാം. ലൈനപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇത് ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കീപ്പറെ നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരത്തെ പോലെ തന്നെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്രാവശ്യത്തെയും ഗോൾ വല കാക്കാൻ വേണ്ടി സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി പ്രതിരോധ നിരയിലേക്ക് കടക്കുമ്പോൾ മിലോസ് ഡ്രിൻസിച്ച്, മാർക്കോ ലെസ്കോവിച്ച്, നവോച്ച സിംഗ്, പ്രീതം കോട്ടാൽ എന്നിവരും ഉണ്ടാവും. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും സെന്റർ ബാക്കുകളായിക്കൊണ്ട് മാർക്കോ ലെസ്കോവിച്ചും മിലോസ് ഡ്രിൻസിച്ചും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മധ്യനിരയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മജീഷ്യൻ അഡ്രിയാൻ ലൂണയെയും വിപിൻ മോഹനനെയുമാണ്. പക്ഷേ പരിക്ക് കാരണം ഇരു താരങ്ങൾക്കും ഇന്നത്തെ മോഹൻ ബഗാനെതിരായുള്ള മത്സരത്തിൽ കളിക്കാൻ സാധിക്കുകയില്ല. ഇത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിൽ മധ്യനിരയിൽ വലിയ രീതിയിൽ തന്നെ ആഭാവം സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ലൂണ ടീം വിട്ടപ്പോൾ വിപിൻ മോഹനനായിരുന്നു ലൂണക്ക് പകരമായി കൊണ്ട് മധ്യനിര നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. മധ്യനിരയിൽ അത്രയധികം മികച്ച പെർഫോമൻസ് ആയിരുന്നു താരത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുംബൈക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മത്സരം വിപിൻ മോഹനന് നഷ്ടമാവുമെന്ന് ആശാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോൾ മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസർ, ഡാനിഷ് ഫാറൂഖ്, രാഹുൽ KP എന്നിവരാണ് കളിക്കാൻ സാധ്യത. ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് മുഹമ്മദ് ഐമനും റൈറ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് രാഹുലും സെന്റർ മിഡ്ഫീൽഡുകൾ ആയിക്കൊണ്ട് മുഹമ്മദ് അസറും ഡാനിഷ് ഫാറൂഖും കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും മികച്ച കോംബോകളായ ദിമിത്രിയോസ് ഡയമൻഡക്കോസും ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയും അണിനിരക്കാനാണ് സാധ്യത കാണുന്നത്. കൊച്ചിയിൽ വെച്ച് മുംബൈക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ഇരു താരങ്ങളും ഓരോ അസിസ്റ്റ് വീതവും ഓരോ ഗോൾ വീതവും നേടിയിട്ടുണ്ടായിരുന്നു. മോഹൻ ബഗാനെതിരായുള്ള ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 ഇങ്ങനെയെല്ലാമാണ്. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.